ഗവർണർ സമ്മാനിച്ചതോ സമാധാനമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് താങ്കൾ. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടും താങ്കൾക്കുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കളുടെ പ്രവർത്തന കേന്ദ്രമായ കോട്ടയത്തടക്കം ഉഭയകക്ഷി ചർച്ച നടന്നിരിക്കുകയാണ്. കൊലക്കത്തി താഴെ വയ്ക്കാൻ CPM-ഉം BJP-യും നേതൃതലത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആരുടെ ഇടപെടലാണിത് സാർത്ഥകമാക്കിയത്? യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ഒത്തുതീർപ്പിന് എന്തടിസ്ഥാനമുള്ളത്? ഒത്തുതീർപ്പ് നന്നാവട്ടെ, ഇവിടെ സമാധാനം പുലരട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി ഉയർത്തിയുള്ള ഒരു സംവിധാനം പറ്റില്ല. മൃഗീയമായൊരു സമീപനമല്ല സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സിൽ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 14 മാസക്കാലമായി എത്രയോ ഒത്തുതീർപ്പുകളിലൂടെ ഉണ്ടായി. ഒത്തുതീർപ്പുകൾക്കെല്ലാം ചെറിയ ചെറിയ കാലത്തേക്കുള്ള അതിനുള്ള കാലാവധി മാത്രമേ ഉള്ളൂ. ആ ആയുസ് കഴിയുമ്പോൾ വീണ്ടും ഇത് പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഈ 2 പാർട്ടികളും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നാണ്. പക്ഷേ കഴിഞ്ഞ 14 മാസക്കാലമായി ഒത്തിരി ബോധവൽക്കരണം നടത്തിയിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു ബോധം ഉണ്ടായിട്ടുള്ളതായി നമുക്ക് തോന്നുന്നതേയില്ല. അപ്പോൾ ഒത്തുതീർപ്പ് പ്രഹസനമാകാതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകണമെന്നൊരിക്കൽ 2 കൂട്ടർക്കും മനസ്സുകൊണ്ട് തന്നെ ഇത് തീരണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. അതുണ്ടാവുന്നില്ല. അതുണ്ടാകാത്തത് കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കേസ് മാത്രമല്ല, ഇപ്പം കണ്ണൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എത്രയോ പ്രാവശ്യം സർവകക്ഷി യോഗം ചേരുകയും ഔപചാരിക ചർച്ചകൾ നടത്തുകയും ചർച്ചകളുടെ അവസാനം ഇതെല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് ചിലപ്പോൾ 24 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് മറ്റൊരക്രമം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇത് ജനങ്ങളെ അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള രൂപത്തിലാകരുത്. മാനസികമായി അവർ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ സമാധാനത്തിൻ്റെ പാതയിൽ പോകണം. സമാധാന ലംഘനം നടത്തുന്ന ആളുകൾക്കെതിരായി പാർട്ടി അച്ചടക്ക നടപടിയെടുക്കണം. അവരാരായാലും ശരി, അവർക്കെതിരായിട്ടുള്ള ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇതൊക്കെ സബ്സിക്വൻ്റായി വരേണ്ടതാണ്. പക്ഷേ അതൊന്നും കാണാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ സംഘടനമുണ്ടാകുന്നു, ഒത്തുതീർപ്പുണ്ടാകുന്നു, വീണ്ടും സംഘടനമുണ്ടാകുന്നു, പിന്നെയും ഒത്തുതീർപ്പിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പോഴും അതുതന്നെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ശരി, ശ്രീ CR നീലകണ്ഠൻ, ചട്ടപ്പടിയുള്ള നടപടികൾ, കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം പിന്നെ പൊതുവായി മുഖം രക്ഷിക്കാനുള്ള ചില തട്ടിപ്പ് വിദ്യകൾ എന്ന നിലയിലൊക്കെ നമുക്കിതിനെ വിശദീകരിക്കാം. സമാധാനം പുലരണം എന്ന ഒരു സദുദ്ദേശം മുന്നോട്ട് വയ്ക്കാം. ഇതൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത് ഗവർണറുടെ ഇടപെടലാണ്. ഗവർണറെ മൈനസ് ചെയ്തുകൊണ്ടാണ് ശ്രീ തിരുവഞ്ചൂരിൻ്റെ വിശദീകരണം മുഴുവൻ വന്നത്. താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? ഒരു പ്രത്യേകമായ ഇടപെടൽ ഈ പുതിയ സാഹചര്യത്തിൽ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അത് കൂടുതൽ പറയും. ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഗവർണറുടെ സമൺസ് എന്നത് ഒരു മുഖ്യമന്ത്രിയുടെ നേരെ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഗവർണറുടെ ട്വീറ്റിൽ സമൺസ് എന്ന് വന്നിട്ടുണ്ട്. സമൺ ചെയ്യാനുള്ള അധികാരം അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ഇപ്പോഴല്ല. ആർക്കൊക്കെ സമൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് സമൺ ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒന്നുകിൽ ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ളൊരു നടപടിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അത്രയ്ക്കും ശക്തമായ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം. കാരണം അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനാണ്, അറിയാത്ത ഒരാളൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ അത്ര ഒരു സാഹചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാവണം. ഇതിലേതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് അദ്ദേഹത്തിന് അറിയാൻ പറ്റൂ. അത് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും കൂടി ചെയ്തുകൊണ്ടാണ്. രണ്ടാമത്തെ വിഷയം, ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഗവർണർ പ്രവർത്തിച്ചുവെങ്കിൽ അതിനോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കണമായിരുന്നു? ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി സമാധാന സമ്മേളനം വിളിച്ചത് നല്ലത്. ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വേണു പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാവണം, നല്ല ആഗ്രഹം. പക്ഷേ അതിൻ്റെ ഫലത്തിനേക്കാൾ ഉപരി അതിലേക്കുള്ള കാരണത്തിലേക്ക് വരുമ്പോൾ അത് ഞാൻ സംശയിക്കുന്നൊരു കാര്യമാണ്. അസാധാരണവും ഭരണഘടനയ്ക്ക് പുറത്തുള്ളതുമായ ഒരു സമണിൻ്റെ പുറത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിനോട് പ്രതിഷേധിച്ചില്ല. പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞു ഇതിൽ അത്ര വലിയ കുഴപ്പമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടന വായിച്ച എനിക്ക് അതിൽ ചെറിയ കുഴപ്പം കാണാനുണ്ട്. അത് പറയുമ്പോൾ പോലും
ആദ്യത്തെ ഭാഗമാണ് അവിടെ വളരെ കുഴപ്പമുണ്ട് എന്ന് ഗവർണറുടെ ധാരണ, ഭരണഘടനയ്ക്ക് അപ്പുറത്ത് കടന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന ധാരണ മുഖ്യമന്ത്രിക്കുമുണ്ട് എങ്കിൽ കാര്യങ്ങൾ കുറച്ച് കുഴപ്പമാണ്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ വിചാരിക്കുകയാണ്, അത്ര നമ്മൾ അതിൻ്റെ ഭരണഘടന കേവലമായ നിയമത്തിനപ്പുറത്ത് പോയി ഇടപെടണം. അത് സതുദ്ദേശപരമാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. സതുദ്ദേശപരമാണോ എന്നത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും ഗൗരവത്തിൽ ഇടപെട്ടത് കൊണ്ട് മുഖ്യമന്ത്രി ആ ഗൗരവത്തിൽ അത് എടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം കേരളത്തിൽ നമുക്ക് ജീവിച്ചു പോകണമല്ലോ, അതുകൊണ്ട് ഉണ്ടാവും. ഇതിൽ അസാധാരണത്വമുണ്ട് എന്ന് വേണുവിൻ്റെ ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീ CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അസാധാരണമായൊരു നടപടി ഈ സദാശിവം കൈക്കൊള്ളുകയാണ്. പക്ഷേ ഇതിന് മുൻപ് ഇങ്ങനെ പ്രവർത്തിക്കണം എന്നു പറഞ്ഞ് BJP നേതൃത്വം തന്നെ ഗവർണറെ സമീപിച്ചിട്ടുള്ളതാണ്. ആ ഘട്ടത്തിൽ ഗവർണർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിശ്വസിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ ഇരുഭാഗത്തും ഉണ്ട് കുഴപ്പങ്ങൾ. ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ് ഈ രണ്ടുപേരും നിൽക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഗവർണർ എടുത്തു എന്നാണ്. അടുത്ത ഒരു സന്ദർഭം വന്നപ്പോൾ ഈ പറയുന്ന രണ്ട് വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടേ ഇത്തരമൊരു നീക്കം നടക്കുകയുള്ളൂ എന്നതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പായി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, അതുപോലെ തന്നെ എതിർപക്ഷത്തെ നേതാക്കന്മാരെ വിളിക്കുന്നു. ഇനി ഭരണപക്ഷ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട സെക്രട്ടറിയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ആരായുന്നു, ഇതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം മാനവികമായ മുൻകൈകൾ സാധ്യമല്ല. പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് വീടിന് ആക്രമണം ഉണ്ടായോ, മകന് പരിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ നിലയിലുള്ളൊരു നീക്കം കൂടി അനുബന്ധമായി ഗവർണർ നടത്തുന്നുണ്ട്. അതിനെ അതിൻ്റെ സമഗ്രതയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഭരണഘടനയുടെ അകത്ത് നിന്ന് ചെയ്തതാണോ പുറത്തു നിന്ന് ചെയ്തതാണോ എന്ന സാങ്കേതികമായ ആലോചനകൾ എത്രമാത്രം ഈ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ അർത്ഥവത്താണ്? അസാധാരണമായൊരു സാഹചര്യം ഉണ്ടായി എന്ന ഗവർണർക്കുണ്ടായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ ചെയ്തത്. ഇവിടെ വേണു വിവരിച്ച പല കാര്യങ്ങളും ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ അല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം അത് തെറ്റാകുന്നുമില്ല. ഇവിടെ മുഖ്യമന്ത്രി എന്നത് ഗവർണറെ ഉപദേശിക്കുന്നതിനുള്ള, അതാണ് മുഖ്യമന്ത്രി ജോലി, ഇതാണല്ലോ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി ഗവർണർ. ആ എയ്ഡും അഡ്വൈസും ഇല്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു സംഭവമുണ്ടായി, തൻ്റെ മുന്നിൽ പരാതിയിലെത്തിയിരിക്കുന്നു. ഗവർണർ അധിവസിക്കുന്ന നഗരത്തിലുണ്ടായ സംഭവങ്ങൾ അത് കണ്ടില്ല എന്ന് വയ്ക്കാൻ കഴിയില്ല. അദ്ദേഹം അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ഗവർണറെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനുമുള്ള വ്യവസ്ഥ ഭരണഘടനയിലുണ്ട്. കാര്യങ്ങൾ അറിയുക എന്നത് ഗവർണറുടെ അവകാശമാണ്, അറിയിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വവുമാണ്. സമൻ എന്ന വാക്ക് അല്ലെങ്കിൽ സമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയത്. അത് പിന്നീട് ട്വിറ്ററിൽ വന്ന ഒരു വാക്ക് മാത്രമാണ്. ജഡ്ജിമാർക്ക് പരിചയമുള്ള വാക്കാണ് സമൻ എന്നുള്ളത്. ആരെ വിളിച്ചു വരുത്തണമെങ്കിലും സമൻ എന്ന വാക്ക് അവർ ഉപയോഗിച്ചാണ് ശീലമുള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയെ സമൻ ചെയ്തു എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാവുന്ന ഗവർണർ ഉപയോഗിച്ചത് തെറ്റിപ്പോയി, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ അപകടമില്ല. ആ കൂടിക്കാഴ്ച കൊണ്ട് പോസിറ്റീവായ എന്തെങ്കിലും കാര്യങ്ങളോട് സംഭവിക്കുമെങ്കിൽ, ഈ ടെൻഷന്, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയും വേണം. ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിനെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില മുൻ അനുഭവങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിലൊരു മുൻ ആഭ്യന്തരമന്ത്രിയുടെ നൈരാശ്യം പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഇപ്പോൾ നമ്മുടെ ഈ നടന്ന ദിവസ അക്രമ സംഭവങ്ങളിലെ ഒരു ഭൂപടത്തിലില്ല. ഈ പറയുന്ന തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെയാണിപ്പോൾ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സംഭവങ്ങൾ നടന്ന ജില്ലകളിലെ സാഹചര്യമെന്നും അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ എടുത്തിരിക്കുന്ന ഈ മുൻകൈ ആശാവഹമാണെന്നും താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഒരുപക്ഷെ തിരുവഞ്ചൂരിനോട് ഞാൻ യോജിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് CPM BJP എന്ന ദ്വന്ദ്വത്തിനകത്ത് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉള്ളടക്കത്തിൽ വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നവോത്ഥാനത്തിന് ശേഷം ആണല്ലോ ഈ ജനാധിപത്യ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നത്. നവോത്ഥാനാനന്തരം ഉണ്ടായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മൗലികമായ ലക്ഷ്യം മനസ്സുകൾ ജയിക്കാനുള്ള യുദ്ധങ്ങളെക്കുറിച്ചുള്ള വിഭാവനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് യുദ്ധമില്ലാതാവുകയും പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും പ്രചാരവും പ്രസംഗങ്ങളും പത്രങ്ങളും ഒക്കെ വന്നത്.
എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി കണ്ണൂരിലൊക്കെ ഈ ഉള്ളടക്കത്തിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം രാഷ്ട്രീയം ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു സംഗതിയായി മാറി തീർന്നിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആകുമ്പോഴാണ് ഈ പ്രദേശങ്ങൾ ജയിക്കാനുള്ള സ്ഥലം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുമ്പോഴാണ് ഉള്ളടക്കം യുദ്ധമായി തീരുക. എല്ലാ യുദ്ധങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത് ഹിറ്റ്ലറുടെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആംബിഷൻസിൻ്റെ ആഗ്രഹങ്ങളുടെ പുറത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഡിസൈൻ, വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ടെറിട്ടോറിയൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രദേശങ്ങളെ, മനുഷ്യരുടെ മനസ്സുകൾ ജയിക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെന്നത് ഉപേക്ഷിച്ചുകൊണ്ട് പ്രദേശങ്ങൾ ജയിക്കുകയാണ്, ഗ്രാമങ്ങൾ ജയിക്കുകയാണ്, വാർഡുകൾ ജയിക്കുകയാണ്, പഞ്ചായത്തുകൾ ജയിക്കുകയാണ് എന്നൊരു നിലയിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തെ മാറ്റിയാൽ പിന്നെ യുദ്ധങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ, ടെറിട്ടോറിയൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ. ഇതാണ് കണ്ണൂരിൽ BJPക്കും അല്ലെങ്കിൽ സംഘപരിവാരത്തിനും CPMനും ഇടയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ യുക്തി കേരളത്തിലേക്ക് പടരുകയാണ്. തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു, കോട്ടയത്ത് വന്നിരിക്കുന്നു. ഒരർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യത്തിനകത്ത് വലിയ വാസ്തവമുണ്ട്. കേരളത്തെ കണ്ണൂരാക്കാനുള്ളൊരു പരിശ്രമം വാസ്തവത്തിൽ ഈ രണ്ട് കക്ഷികളും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കക്ഷികൾക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില യുക്തികളുമുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവൻ ജയിച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നൊരു പാർട്ടിയാണ്. അവർക്ക് കേരളം ജയിക്കാനുള്ളൊരു വലിയ പദ്ധതിയുണ്ട്. അതിനവർക്ക് ടെറിട്ടോറിയലായ യുക്തി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂന്ന് മാത്രമല്ല, RSS 1925 മുതൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട യുക്തി ഈ ടെറിട്ടോറിയൽ യുക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന യുദ്ധങ്ങളല്ലാതെ മാർഗമില്ല. ബോംബെറിയുക, വീടുകൾ ആക്രമിക്കുക, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, ഫിയർ സൈക്കോസിസ്, ഭയത്തിൻ്റെ ഒരു വലിയ ഭയത്തിൻ്റെ അങ്ങേയറ്റം മൂർധന്യങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അപ്പോൾ ഈ യുക്തി പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു യുക്തി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ രീതിശാസ്ത്രം മാറും, അവിടെ ബലപ്രയോഗം വരും. ഇതാ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സിറിയയിൽ ഉണ്ടായിട്ടുള്ളത്, ഇതാണ് ISൻ്റെ കാര്യത്തിൽ നടക്കുന്നത്, ഇതാണ് കണ്ണൂരിൽ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു യുക്തി വെച്ചിട്ടും നമ്മുടെ ഈ ആളുകൾ ഒഴിച്ച്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഒഴിച്ച്, അതിൻ്റെ അണികൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊന്നും, അവരൊക്കെ ജനാധിപത്യവാദികളായ സാധുക്കളും പാവപ്പെട്ട മനുഷ്യരും ആയതുകൊണ്ട് അവർക്കിത് തീരെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പുകാരായ രണ്ട് പാർട്ടിയുടെ നേതൃത്വങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിലൊക്കെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. വലിയ കളിയൊന്നും കളിക്കണ്ട, അതിനൊക്കെയുള്ള മറുപടിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. ഒരു മാറിയ ഉള്ളടക്കത്തിലെ രാഷ്ട്രീയത്തിന് കണ്ണൂരിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനവും ഒരു ദൈനംദിന പ്രവർത്തന മാർഗവും അതിൻ്റെ ഒരു കമാൻഡ് സിസ്റ്റം ഒക്കെ നിലവിൽ വന്നു കണ്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ വരികയാണ്. അവിടെയൊക്കെ ഉള്ളവരോട് ഞാൻ പറയുന്നത് ഭയപ്പെടാനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം എവിടെയും വെടിനിർത്തലുണ്ട്, സിറിയയിലും വെടിനിർത്തലുണ്ട്. വെടിനിർത്തലുകൾ തീർച്ചയായിട്ടും ആയുധങ്ങളും പദ്ധതികളും സമാഹരിക്കാനുള്ള ഇടവേളയാണ് എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള ഒരുപക്ഷെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പാഠം. ശരി, അഡ്വക്കേറ്റ് എസ് സുരേഷും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ സുരേഷ്, ഈ തിരുവനന്തപുരത്ത് ഇന്നലത്തെ ചർച്ചയ്ക്ക് അനുബന്ധമായി ഉഭയകക്ഷി ചർച്ച നടന്നു. കോട്ടയത്ത് നിന്ന് സ്വിച്ചിട്ട പോലെ അക്രമങ്ങൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ താങ്കൾ അടക്കമുള്ളവരാണ് പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്, നല്ല കാര്യം. പക്ഷേ ഇതൊരു ഇടവേളയാണ് എന്ന് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ശ്രീ ഉമേഷ് ബാബു അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പറയുകയുണ്ടായി. ഇതെല്ലാം എത്രയൊക്കെ പരസ്പരം ആശയവിനിമയം നടത്തുകയും മേലിൽ ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ തന്നെ ഇത് പൊളിക്കാറുണ്ട് നിങ്ങൾ നിശ്ചയിക്കുന്ന സന്ദർഭങ്ങളിലെന്ന്. ആ സന്ദർഭത്തിലേക്കുള്ള ഇടവേള മാത്രമാണോ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്? ശ്രീ ഉമേഷ് ബാബു ഇവിടെ സൂചിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം. ശ്രീ ഉമേഷ് ബാബു ഇവിടെ ടെറിട്ടോറിയൽ യുക്തിയെ സംബന്ധിച്ചും അതിലേക്കുള്ള മാർഗം യുദ്ധമാണെന്നും ഉള്ള സിറിയയുടെ ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ സഹിതം ഇവിടെ വളരെ ദാർശനികമായി പ്രതിപാദിച്ചു. പക്ഷേ ഞാൻ വേറൊന്ന് പറയുന്നത് ശ്രീ ഉമേഷ് ബാബു കാണുന്ന ആ ഒരു വർഗ സംഘർഷാത്മകമായ അല്ലെങ്കിൽ യുദ്ധപൂർണമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യമല്ല ഇന്ത്യയുടേതും കേരളത്തിൻ്റേതുമായിട്ടുള്ള സാഹചര്യം. ഈ ഇന്ത്യയുടേതും കേരളത്തിൻ്റേതുമായിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ.
ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ശ്രീ ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെയുള്ള വൈദേശികമായിട്ടുള്ള സിറിയ മോഡൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മോഡൽ അല്ലെങ്കിൽ സെമറ്റിക് മോഡൽ ഒരു പൊളിറ്റിക്സ് ഇവിടെ നടത്തുന്നതും വർഗസംഘർഷാത്മകമായിട്ടുള്ള സിദ്ധാന്തം ആവിഷ്കരിച്ചതും കാരണം അവർക്ക്